ട്രാവൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഡേ 2 ഓഫ് തായ്ലൻഡ് ട്രിപ്പാണ്. ഞങ്ങൾ ബാങ്കോക്കിൽ ലാൻഡ് ചെയ്തു. ഇതാണ് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ട ബസ്. അറൗണ്ട് 38 അംഗങ്ങളുണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇച്ചിരി സമയം കിട്ടുമ്പം ഞാൻ തുടർന്ന് പറയുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡും ഉണ്ട്. അപ്പോൾ ഒരു വണ്ടിയുടെ ഡ്രൈവറും ഒരു ഗൈഡും ഞങ്ങൾക്ക് അസൈൻഡാണ്. പിന്നെ ഒരു എന്താ പറയുക, ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം മുന്നോട്ട് വരുമ്പോൾ. ഓക്കെ, അപ്പം ഞങ്ങൾ ബസ്സിലേക്ക് കയറുവാണ്. അവിടുന്ന് ഞങ്ങൾ ബാങ്കോക്കിൽ നിന്നും അപ്പം ഞങ്ങളുടെ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുവാണ്. ബാങ്കോക്കിൽ നിന്ന് പത്തായിലേക്ക് ബസ്സിലേക്ക് കയറി ഇനി പത്തായിൽ. തുടർന്ന് ഞങ്ങളുടെ ഗൈഡ് ശാലിനി ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരികയാണ്. ഈ ഭാഷയിൽ എങ്ങനെയാണ്, തായ് ഭാഷയിൽ എങ്ങനെയാണ് നമസ്കാരം പറയേണ്ടത് എന്ന് പറയുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തി. പിന്നെ ഡേ പ്ലാനിങ് പറഞ്ഞു. And for gents, all gents should say krap, K-H-R-A-P, krap. Krap and pa is like a polite word. Normally we put at the end of any word for make the word polite. ടൂർ ഗൈഡാണ്. We can say the word sawatdi. മീന ഇപ്പോൾ കുറച്ച് ബേസിക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുവാണ്. Or krap at the end for more polite. So that's why I say sawatdi ka. തുടർന്ന് ഞങ്ങൾ ബാങ്കോക്ക് സിറ്റി വഴി, സിറ്റിയിൽ നിന്നും പത്തായയിലേക്ക് പോവാണ്. ആദ്യത്തെ ഞങ്ങളുടെ 3 ദിവസം പത്തായയിലാണ്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീണ്ടും ബാങ്കോക്കിൽ വരും. ഒരു സിറ്റി ടൂറുണ്ട്. സഫാരി വേൾഡ് എന്ന് പറയുന്ന ഒരു 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 ലോകത്തിലെ തന്നെ ഒരു വലിയ വിസ്മയം പോലെയാണ് അവിടുത്തെ പരിപാടികൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാണും. അതിനുശേഷം ഒരു ദിവസം ബാങ്കോക്ക് സിറ്റി ടൂറുണ്ട്. പിന്നെ ഞങ്ങൾ ബാങ്കോക്കിൽ നിന്നും ഫൂക്കറ്റിലേക്ക് പോകും. അവിടെയും ഞങ്ങൾ അങ്ങനെ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻഫാക്റ്റ് ഒരു ഏൻഷ്യൻറ്റ് കോൺസെപ്റ്റാണ്. 400 ഇയേഴ്സിന് മുമ്പ് തന്നെ ഈ ഫ്ലോട്ടിംഗ് ഇങ്ങനെ ബോട്ടിൽ കൊണ്ടുവന്ന് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് സാധനം വിൽക്കുന്ന ഒരു രീതിയാണ്. അപ്പം തായ്ലൻഡിൽ ഇത് പണ്ടേ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പം അവിടുത്തെ രത്നപുരി എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിലാണ് ഏറ്റവും അധികമായിട്ട് ഏറ്റവും ലാർജസ്റ്റ് ആൻഡ് എന്താ പറയുക ആക്ച്വൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പത്തായയിലും ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റുണ്ട്. ഇത് ഒത്തിരി ആക്റ്റീവായിരുന്നു. പക്ഷേ കോവിഡ് കാരണം ഇത് ഒത്തിരി അഫക്റ്റഡ് ആണ്. ഇപ്പം പണ്ടത്തത് പോണൊക്കെ എല്ലാ ഷോപ്സും ഓപ്പൺ അല്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഷോപ്സൊക്കെ ഓപ്പണാണ്. ഈ തായ്ലൻഡിലെ ആളുകളുടെ മെയിൻ വരുമാനം എന്ന് പറഞ്ഞാൽ ഈ ടൂറിസമാണ്. ടൂറിസത്തോട് ബന്ധപ്പെട്ടാണ് അവരുടെ എല്ലാ തരത്തിലുള്ള വരുമാനങ്ങളും ആശ്രയിച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് അവിടെ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ഉണ്ടോ ഈ അവിടെ എന്ത് ഇതാണെങ്കിലും നമുക്ക് കാഴ്ചയ്ക്ക് മനോഹരമായിട്ട് ലേഡീസ് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതുപോലെ വേറെ ഒത്തിരി കടകളുണ്ട്. അപ്പം നമുക്ക് നടന്ന് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാം, നോക്കാം, കാണാം. അങ്ങനെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ആയിരുന്നല്ലോ. അപ്പം നമ്മൾക്ക് വേറെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ബാത്താണ് അവിടുത്തെ തായ്ലൻഡിലെ പൈസ. അപ്പം ആ ബാത്തിന് നമ്മുടെ ഇന്ത്യയിലെ രൂപയൊക്കെ ആയിട്ട്, അതായത് ഇന്ത്യയിലെ ഏകദേശം 2.25 രൂപയാണ് അവിടുത്തെ ഒരു ബാത്ത് എന്ന് പറയുന്നത്. അന്നേരം ഇപ്പം അതിൻ്റേതായിട്ടുള്ളൊരു കൺവേർഷൻ. അപ്പം നമുക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പൈസയൊക്കെ പറയുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടുതലായിട്ടാണ് തോന്നിയത് നമ്മൾ നമ്മുടേതുമായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ. എന്താണെങ്കിലും അങ്ങനെ ഇതിപ്പം ഇത് കണ്ടോ, ഇങ്ങനെ തിളങ്ങുന്ന പെയിൻറ്റ് കൊണ്ട് വരയ്ക്കുന്ന പിക്ചേഴ്സാണ്. നല്ല രസം, നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാൻ വേണ്ടി. നമ്മളാരും മേടിച്ചില്ല. 800, 1000, 1600 ബാത്ത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കഴിക്കാൻ വന്നു. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തിരുന്നത്. ബേസിക്കലി ഇന്ത്യൻ കുസീനായിരുന്നു ഫുഡ്. പൂരി, ചന കറി, ചപ്പാത്തി, പിന്നെ ബ്രെഡിൻ്റെ ഓരോ ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ കാപ്പി, ചായ, കോൺഫ്ലേക്സ്, ബട്ടർ, ബ്രെഡ്, ജാം, അങ്ങനെയല്ല. അത് ഞങ്ങൾ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. അതിനുശേഷം ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വള്ളങ്ങളിൽ കയറി പോകാം. അപ്പോൾ അതിനു മുമ്പ് അവിടെ കണ്ട കടയിലൊക്കെ അവിടുത്തെ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് ചുമ്മാ ക്യുക്കായിട്ട് നോക്കുമായിരുന്നു. അത്യാവശ്യം എല്ലാം നല്ല വിലയായിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു ബാങ്കോക്കിലാണ് വിലക്കുറവ്,
ഇവിടെയൊക്കെ ഇച്ചിരൂടെ വിലയായിരിക്കും. പിന്നെ ഈ ഫുഡ് ഐറ്റംസൊക്കെ ഇങ്ങനെ സ്ട്രീറ്റുകളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഞങ്ങളൊന്ന് ട്രൈ ചെയ്തു. എല്ലാം ആദ്യം ട്രൈ ചെയ്യാൻ പേടിയായിരുന്നു. ആദ്യം ട്രൈ ചെയ്തില്ല. ഫസ്റ്റ് ഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ട്രൈ ചെയ്തില്ല. കുറേയൊക്കെ കണ്ടും കേട്ടും പോയി. അപ്പോൾ ഈ കാണുന്ന സംഭവം തായ് ബദാം എന്നും പറഞ്ഞ ഒരു പരിചയപ്പെടുത്തിയ സംഭവമാണ്. തായ് ബദാം. അപ്പോൾ ഞങ്ങൾ അതെടുത്ത് നോക്കി. എങ്ങനെയുണ്ട്? ചക്കക്കുരു ആണോ? ഒരു വറുത്ത കശുവണ്ടിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഇല്ലേ? വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തോന്നുന്നല്ലേ? എന്നാന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ചക്കക്കുരുവിന്റെ ലുക്കാണ്, ശരിയാണ്. അവിടെ വറുത്തിട്ടേക്കുന്ന കണ്ട ചക്കക്കുരുവിന്റെ അല്ല, വറുത്തിട്ട ഒരു ചെറിയ കാഷ്നട്ടിന്റെ ഒരു ടേസ്റ്റ് വരുന്നില്ലേ? എനിക്ക് അങ്ങനെയും തോന്നി. ശരിയാ, ചക്കക്കുരുവിന്റെ ഒരു ടെക്സ്ചർ ആയിരുന്നു കണ്ടിട്ട്. അങ്ങനെ വേണേ പറയാം. ശരിയാണ്, വായിലിട്ടപാടെ ആ കാഷ്നട്ട് വറക്കുമ്പം കിട്ടുന്ന ഒരു ചെറിയൊരു ഇന്ത്യൻസ് കാഷ്നട്ടിന്റെ രുചിയല്ല, ശരിയാണ് ആ രുചി. ഇപ്പൊ നമ്മൾ വലിയൊരു കഷ്ണം വറുത്ത് തിന്നുമ്പോഴത്തേക്ക് കാഷ്നട്ടിന്റെ ഒരു നല്ല ടേസ്റ്റ് വരും. അത്രയില്ല, ചെറിയൊരു ഞാനൊരു കുട്ടനാട്ടുകാരിയാ, എന്നാലും പേടിയാവുന്നു. ഒരു സൈഡ് നമ്മൾ ചെരിഞ്ഞിരിക്കുന്നത് എന്റെ വെയിറ്റ് കൊണ്ടാണോ? അങ്ങനെ വന്നപ്പോൾ നമ്മൾ കുറച്ച് പേരെ ഇവിടെ കണ്ടു. അപ്പം ഞങ്ങളുടെ ട്രിപ്പിൽ ഉള്ള ആളുകളാണ്. അപ്പം അതിനകത്ത് എടുത്തു പറയേണ്ട ഒരാളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സുപരിചിതനായിരിക്കും. അത് നമ്മുടെ എബിൻ ചേട്ടനാണ്. എബിൻ ചേട്ടൻ്റെ ഫുഡ് ആൻഡ് ട്രാവൽ ബൈ എബിൻ ജോസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, എന്താ പറയുക, വളരെ ഫേമസും ഒത്തിരി സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൊരു വലിയ ചാനലാണ്. അപ്പം ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുതന്നെ ഈ ഒരു യാത്രയ്ക്ക് ഏറ്റവും അധികം സ്പെഷ്യലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസൻസും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ കൂടെയും ഈ യാത്ര ചെയ്യാൻ പറ്റിയത് ഒത്തിരി നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ്. ഇത് ചേട്ടൻ്റെ വൈഫ് കൽപ്പറ്റ ചേച്ചിയും കിയാര 2 മക്കളുണ്ട്. അപ്പം അവരുടെയൊക്കെ കൂടെ യാത്ര ചെയ്യാൻ പറ്റി. അതുപോലെ ഞങ്ങളുടെ വേറെ ഒരു ഫ്രണ്ട്സ് ജിജിയും ജിറ്റോയും അവരുടെ മക്കളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഒരു വള്ളത്തെ കയറിയത്. ഞങ്ങളുടെ ബാക്കി എല്ലാ സുഹൃത്തുക്കളും ഓൾറെഡി അവരൊക്കെ വള്ളത്തെ കയറിപ്പോയി. അപ്പം ഇബിൻ ചേട്ടനെ എന്നെ കാണാൻ പറ്റിയത് ഒരു എന്താ പറയുക, ഒരു ഏറ്റവും നല്ലൊരു കാര്യമായിരുന്നു ഈ ഒരു ട്രിപ്പിൽ നടന്നത്. നല്ല വിജനമായിട്ട് കിടക്കുമല്ലേ? തേവൻ ചേട്ടനൊന്ന് വെള്ളമൊക്കെ നോക്കുമായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലെ പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്ന് ചേട്ടൻ തന്നെ പറഞ്ഞു. നമ്മൾ സാധാരണ വെള്ളം തുഴഞ്ഞു നോക്കുന്ന പോലെയല്ല, അതിൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് സംഭവമാണ്. അപ്പം കുട കൊള്ളാം അല്ലേ? കുട പല ഷേപ്പിലുള്ള കുട. ഞങ്ങൾ ഇവിടുന്ന് കുട മേടിച്ചില്ല, പക്ഷെ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ മഴ നനയുന്നുണ്ട്. അവസാനം ബാങ്കോക്കിൽ തപ്പി നടന്നാണ് കുട മേടിച്ചത്. ഇത് കണ്ടോ, സോപ്പാണ് കേട്ടോ. പലതരത്തിലുള്ള സോപ്പുകളാണ് ഇപ്പോൾ കാണുന്നത്. പല ഷേപ്പിൽ മാങ്ങയുടെ സോപ്പ് എടുത്താൽ മാങ്ങയുടെ മണം, തേങ്ങയുടെ സോപ്പ് എടുത്താൽ തേങ്ങയുടെ മണം, കിവിയുടെ സോപ്പ് എടുത്താൽ കിവിയുടെ മണം, കൈതച്ചക്കയുടെ സോപ്പ് എടുത്താൽ കൈതച്ചക്കയുടെ മണം. അങ്ങനെയായിരുന്നു. ഇതൊക്കെ എല്ലാം പ്യുവർ ലെതറാണ്, ലെതർ കൊണ്ടുള്ള സാധനങ്ങളാണ്. എല്ലാം 250 ബാത്ത് 300 ബാത്തൊക്കെ ആയിരുന്നുകൊണ്ട് ഞങ്ങളൊന്നും മേടിച്ചില്ല. എല്ലാം കണ്ടും കേട്ടും പോകുന്നു. കാരണം ആദ്യത്തെ കേൾക്കുന്നിടത്തൊന്നും തന്നെ നമുക്കിത് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് കണ്ടോ, ഇത് വുഡ് കൊണ്ടുള്ളൊരു തോക്കാണ്. അപ്പോൾ ആ തോക്കും ടിജോ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുവാണ്. അതെല്ലാം കറക്റ്റായിട്ട് കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളിച്ചു. ടിജോയ്ക്ക് ഇച്ചിരി മേടിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. 250-300 ബാത്ത് അതിനും പറഞ്ഞത്. പക്ഷേ പിന്നെ ഒരു കാര്യം ഓർത്ത് നോക്കിയപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുവരണ്ടേ, ഇനി ആരെങ്കിലും ഇത് തോക്കാമെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കൂട്ടും. അതുകൊണ്ട് ഞങ്ങൾ അത് മേടിക്കാനുള്ള റിസ്ക് എടുത്തില്ല.
ഇത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അവക്കാഡോ ഒത്തിരി വർഷങ്ങളായിട്ട് മിസ് ചെയ്തേക്കുമായിരുന്നു, നല്ല അവക്കാഡോ ഷെയ്ക്ക്. അപ്പം അത് അവക്കാഡോ കണ്ട പാടെ ഒരു അവക്കാഡോ ഷെയ്ക്ക് മേടിച്ച് കുടിക്കുകയാണ്. എന്താണെങ്കിലും ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് നല്ല അവക്കാഡോ ഒക്കെ കണ്ടത്. നാട്ടിലും കിട്ടും കേട്ടോ, പക്ഷേ പലപ്പോഴും ഞങ്ങൾ മേടിക്കപ്പോഴൊക്കെ ചീത്തയായി പോവുകയും കേടായി പോവുകയും ചെയ്ത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് കൊള്ളാം. പിന്നെ അവിടുത്തെ ലോക്കലായിട്ടുള്ള ഈ കടകളിലെല്ലാം വിൽക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ ഓരോ പലതരം വറുത്ത മീനുകളെ, അങ്ങനെ ക്രാബ് മീറ്റ്, വേറെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊന്നും അല്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ നമ്മളുടെ ആ ഒരു ഫ്ലൂറസെൻറ്റ് പെയിൻറ്റ് കൊണ്ടുള്ള പടം, അപ്പോൾ അതിൻ്റെ ഒരു ക്ലോസർ ലുക്കാണ്. അപ്പം ഞങ്ങളുടെ ഈ ഡേ 1 ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒരു യാത്രയും വിശേഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. കൂടുതൽ വീഡിയോസൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പം ഉടനെ തന്നെ ബാക്കി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തിരക്കുകൾ കാരണം എല്ലാം അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതും വരെ ബൈ ബൈ, ടേക്ക് കെയർ.